അല്ല, ഇപ്പോൾ നമ്മൾ ഈ വിമർശനം സംസാരിച്ചപ്പോഴേ MLA മാരല്ലാത്ത ആൾ മുഖ്യമന്ത്രിയാകുമോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ആയ ചരിത്രമുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയുള്ള അഭിപ്രായം എന്താ? ആരാ MLA അല്ലാത്ത ഒരാൾ, ഇപ്പോൾ വിജയിച്ച MLA മാരിൽ നാളെ മുഖ്യമന്ത്രി ഇറങ്ങുക, അല്ലാത്ത ഒരാൾ പുറമേ നിന്ന് വരുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അങ്ങനെ ഉണ്ടായ ചരിത്രമുണ്ട് എന്നാണ് M. പറഞ്ഞത്. അങ്ങനെയുള്ള അഭിപ്രായം എന്താ? ശക്തൻ കൗള് പറയുന്ന പോലെയാണ്. അനുകൂലവും പ്രതികൂലമായിട്ട് വാദഗതികൾ ആ പുസ്തകത്തിൽ തന്നെയുണ്ട്. ഞാനതുകൊണ്ട് ഇത് അനുകൂല പ്രതികൂലത്തിൻ്റെ പ്രശ്നമല്ല. 10 കൊല്ലം കൂടിയിട്ട് നമുക്ക് ഭരണം കിട്ടാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന നല്ല ക്ലീനായിട്ടുള്ള അന്തരീക്ഷത്തിൽ പോകണം. ഇപ്പോൾ അവസാനം വന്നപ്പോൾ ഈ പറഞ്ഞതുപോലെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ വന്നു പെട്ടു. അതുകൂടി തീരും. കേരളത്തിലൊരു സൽഭരണത്തിന് വേണ്ടി ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ഇതിപ്പോൾ ഈ ഒരു പ്രോസസ്സിൻ്റെ ലാസ്റ്റ് ഫേസിൽ നമ്മൾ നിൽക്കുകയല്ലേ. ആ പ്രോസസ്സ് തുടങ്ങി ഇലക്ഷൻ മുതൽ തുടങ്ങിയാണ്. അത് കഴിഞ്ഞ് ജനിച്ച ജനപ്രതിനിധികളെ വിളിച്ചുകൂട്ടി പാർട്ടി അവരുടെ പ്രതിനിധികൾ വന്ന് നിരീക്ഷകർ വന്ന് അവരുടെ എല്ലാം അഭിപ്രായം തേടി ആ അഭിപ്രായം ഹൈക്കമാൻഡിൻ്റെ മുമ്പിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടാകാം. ഇനിയിപ്പോൾ ഹൈക്കമാൻഡ് അതിനെക്കുറിച്ച് പ്രധാനപ്പെട്ട ആളുകളോട് സംസാരിക്കണം എന്ന് തോന്നി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വിളിച്ചിരിക്കുകയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൂടെ കഴിയുമ്പോൾ ഇത് പൂർത്തിയായി. അപ്പോൾ റിസൾട്ടിലോട്ട് എത്തുകയാണ്, പിന്നീട് ഡിസിഷനിലോട്ട് വരികയാണ്. നമ്മൾ വേവുകളോ ഇരിക്കാമെങ്കിൽ പിന്നെ 6 വേളോ ഇരിക്കാൻ വയ്യ. ഇത്രയും കാലം നമ്മൾ കാത്തിരുന്നില്ലേ? 10 കൊല്ലം ഞങ്ങൾ ഇതിനെല്ലാം ഇങ്ങനെ വിഷമിച്ച് കാത്തിരുന്നല്ലേ. 10ാം കൊല്ലത്തിൻ്റെ അവസാനത്തിൽ 2 ദിവസം മുമ്പേ നിങ്ങൾക്ക് ഇത് ചെയ്യരുതോ എന്ന് ചോദിച്ചാൽ എന്താ പറയാൻ പറ്റുക? എന്തെങ്കിലും ഒരു മാനദണ്ഡം ഉണ്ടോ? ആരാണ് മുഖ്യമന്ത്രി എന്നുള്ളത് തീരുമാനിക്കുന്നത്? കോൺഗ്രസിൻ്റെ മാനദണ്ഡം എന്താ? കോൺഗ്രസിൻ്റെ മാനദണ്ഡം നിഷ ഞാൻ പറയേണ്ട ആളല്ല. ഞാൻ കോൺഗ്രസിനകത്തെ ഒരു ഓർഡിനറി പ്രവർത്തകനാണ്. ഞാൻ സ്വാഭാവികമായിട്ടും പാർട്ടി നേതൃത്വം പറയുന്നതനുസരിച്ചും ഡയറക്ഷൻസ് അനുസരിച്ചും പാലിക്കാനും അത് നടപ്പാക്കാനും നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ആളാണ് ഞാനതുകൊണ്ട് അതുപോലൊരു കാര്യത്തിൽ ചാടി കയറി പറയാമോ? അല്ല, ഇപ്പോൾ നമ്മൾ ഈ വിമർശനം സംസാരിച്ചപ്പോഴേ MLA മാരല്ലാത്ത ആൾ മുഖ്യമന്ത്രിയാകുമോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ആയ ചരിത്രമുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയുള്ള അഭിപ്രായം എന്താ? ആരാ MLA അല്ലാത്ത ഒരാൾ, ഇപ്പോൾ വിജയിച്ച MLA മാരിൽ നാളെ മുഖ്യമന്ത്രി ഇറങ്ങുക, അല്ലാത്ത ഒരാൾ പുറമേ നിന്ന് വരുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അങ്ങനെ ഉണ്ടായ ചരിത്രമുണ്ട് എന്നാണ് M. പറഞ്ഞത്. അങ്ങനെയുള്ള അഭിപ്രായം എന്താ? ശക്തൻ കൗള് പറയുന്ന പോലെയാണ്. അനുകൂലവും പ്രതികൂലമായിട്ട് വാദഗതികൾ ആ പുസ്തകത്തിൽ തന്നെയുണ്ട്. ഞാനതുകൊണ്ട് ഇത് അനുകൂല പ്രതികൂലത്തിൻ്റെ പ്രശ്നമല്ല. 10 കൊല്ലം കൂടിയിട്ട് നമുക്ക് ഭരണം കിട്ടാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന നല്ല ക്ലീനായിട്ടുള്ള അന്തരീക്ഷത്തിൽ പോകണം. ഇപ്പോൾ അവസാനം വന്നപ്പോൾ ഈ പറഞ്ഞതുപോലെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ വന്നു പെട്ടു. അതുകൂടി തീരും. കേരളത്തിലൊരു സൽഭരണത്തിന് വേണ്ടി ജനങ്ങൾ കാത്തിരിക്കുകയാണ്. അതിൻ്റെ മുറവിളിയാണ് ജനങ്ങൾ ഇത് വേഗമാകണമെന്ന് പറയാൻ കാരണം. ഇന്ന് എന്നോട് ചോദിച്ചൊരാൾ ഭരണം സ്തംഭിച്ചില്ലേ എന്നാൽ ഭരണം സ്തംഭിപ്പിച്ച ആരാ? ഞങ്ങളുടെ ഉത്തരവാദിത്തമാണോ? ഞങ്ങൾ ഭരണത്തിന് വേണ്ടി സത്യപ്രതിജ്ഞ പോലും ചെയ്തിട്ടില്ലല്ലോ. ഇപ്പോഴും ഡി ജൂറ ഗവൺമെൻറ് എന്നുള്ള നിലയിൽ ഒരു ഗവൺമെൻറ് അവിടെ ഇരിക്കുന്നില്ലേ? അവരല്ലേ അതൊക്കെ ചെയ്യേണ്ടത്? പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷമല്ലേ അവർക്ക് ആ സ്ഥാനം ഇട്ടിട്ട് പോകാൻ പറ്റൂ? ഇപ്പോൾ ഒരു ട്രാൻസിഷൻ പീരീഡ് ആയതുകൊണ്ട് അവരല്ല എന്ന് വേണമെങ്കിൽ വാദത്തിന് വേണ്ടി പറയാം. ശരിയല്ല. അവർ ജനവിധിയിൽ പുറത്താക്കപ്പെട്ട ആളുകളാണ്. ഞങ്ങൾ ജനവിധിയിൽ അകത്ത് വരേണ്ട ആളുകളാണ്. ആ അകത്ത് വരുന്നതിനകത്ത് ആരാണ് നേതാവ് എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്കൊരു പ്രോസസ്സുണ്ട്. അത് ജനപ്രതിനിധികളായി ജയിച്ച് വന്ന ആളുകളെ വിളിച്ച് ചോദിച്ചു, അവരുടെ ഒപ്പീനിയൻ അറിഞ്ഞു. ഹൈക്കമാൻഡ് ആ ഒപ്പീനിയൻ പരിശോധിച്ചിട്ടുണ്ടാകും. അതിനുശേഷം ഇപ്പോൾ ഒരു ഫർദറായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ കൂടി കിട്ടുന്നതിന് വേണ്ടി സെലക്റ്റഡ് ആയിട്ടുള്ള കുറേ ആളുകളെ കൂടി വിളിച്ചു. അതുകൂടി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഫൈനാലിറ്റിയിലോട്ടല്ലേ വരുന്നത്.